ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ശ്രദ്ധേയയായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഷാനവാസും അക്ബർ ഖാനും. ഷോ തുടങ്ങിയത് മുതൽ ഇരുവരുടെയും ഇടയിൽ വലിയ രീതിയിൽ അകൽച്ചയുണ്ടായിരുന്നു. പലപ്പോഴും വലിയ രീതിയിൽ തന്നെ തർക്കങ്ങളും ഉണ്ടായി. ഇതിന്റെ പേരിൽ ബിഗ് ബോസ് വാണിംഗ് നൽകിയതും ബിഗ് ബോസ് പ്രേക്ഷകർ കണ്ടതാണ്. ഇന്ന് ഇരുവർ തമ്മിൽ വലിയ തർക്കം നടക്കുകയും രൂക്ഷമായ ഭാഷയിൽ തന്നെ ബിഗ് ബോസ് ഇരുവരെയും ശകാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന അക്ബറിനെയും ഷാനവാസിനെയും ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. എന്നെപ്പറ്റി പലതും നിങ്ങളോട് പറയും, അതൊന്നും കേട്ട് എന്നോട് പെരുമാറാൻ നിൽക്കരുത് എന്നാണ് അക്ബർ പറയുന്നത്. ഇല്ലെന്ന് പറഞ്ഞ് ഷാനവാസ് ഗെയിം കളിക്കാതിരിക്കരുത്, അത് ശരിയായ രീതിയല്ല, ചൂടാകുന്ന പരിപാടിയെല്ലാം നിർത്താം എന്ന് പറഞ്ഞ് സോൾവ് ചെയ്തു. അതിനിടയിലാണ് ഷാനവാസിന്റെ അസുഖത്തെക്കുറിച്ച് അക്ബർ ചോദിക്കുന്നത്. ആദ്യ ലൈവ് സ്റ്റോറിയിൽ പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ഷാനവാസ് ഒടുവിൽ കാര്യം പറയുകയും ചെയ്തു. 10 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അറ്റാക്ക് വന്നതായിരുന്നു. 10 മിനിറ്റ് കൂടി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകിയെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. ഇപ്പോഴത്തെ എൻ്റെ പ്രായത്തിലായിരുന്നു എൻ്റെ ബാപ്പ മരിച്ചത്. അറ്റാക്ക് തന്നെയായിരുന്നു. ഉമ്മയും അങ്ങനെ തന്നെയാണ് പോയത്. വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ഷാനവാസ് അക്ബറിനോട് ഇക്കാര്യം പറയുന്നത്. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ഷാനവാസ് എന്ന ഷാനു. കുങ്കുമപ്പൂവ്, സീത എന്നീ പരമ്പരകളിലൂടെയാണ് ഷാനവാസ് ശ്രദ്ധേയനാകുന്നത്. എന്നാൽ കണ്ണീർ നിറഞ്ഞ വഴികളിലൂടെയാണ് ഷാനവാസ് വളർന്നു വന്നത്. ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഷാനുവിൻ്റെ കളർഫുൾ ലൈഫ് മാത്രമേ അറിയൂ. എന്നാൽ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭൂതകാലവും താരത്തിനുണ്ട്. മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് ഷാനവാസ്. ഉപ്പ, ഉമ്മ, 2 സഹോദരിമാർ അടങ്ങുന്നതായിരുന്നു ഷാനുവിൻ്റെ കുടുംബം. മണ്ണ് കൊണ്ട് ഭിത്തി കെട്ടി പുല്ലുമേഞ്ഞ വീടായിരുന്നു. ഷാനുവിന് 10 വയസ്സായപ്പോൾ അടുപ്പിൽ നിന്ന് തീ പടർന്ന് വീടിൻ്റെ മേൽക്കൂരയ്ക്ക് തീ പിടിച്ചു. പിന്നീട് ഷാനു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉപ്പ ചെറിയൊരു ഓടിട്ട വീടുണ്ടാക്കിയത്. അതിലായിരുന്നു ഷാനുവും കുടുംബവും വർഷങ്ങളോളം താമസിച്ചത്. ഷാനുവിൻ്റെ ഉപ്പ ആദ്യം ലോറി ഡ്രൈവറായിരുന്നു, പിന്നീട് ഗൾഫിലേക്ക് പോയി. ഷാനു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉപ്പ അറ്റാക്ക് വന്ന് ഗൾഫിൽ മരണപ്പെടുന്നത്. പിന്നെ ഉമ്മയുടെയും 2 സഹോദരിമാരുടെയും ചുമതല 8ാം ക്ലാസ്സുകാരനായ ഷാനുവിൻ്റെ ചുമലിലായി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഷാനു പല ജോലികൾക്കും പോയി തുടങ്ങി. കൂലിപ്പണി, പെയിൻറ്റിംഗ്, ഓട്ടോ ഡ്രൈവർ, കെട്ടിടപ്പണി തുടങ്ങിയവ. എന്നിട്ടും ഷാനു ഡിഗ്രി വരെ പഠിച്ചു. അഭിനയം എന്നത് ഷാനുവിൻ്റെ കടുത്ത മോഹമായിരുന്നു. അങ്ങനെ ഒടുവിൽ 2010 കുങ്കുമപ്പൂ പരമ്പരയിൽ ഗുണ്ടയുടെ വേഷം ലഭിച്ചു. പിന്നീട് സീത പരമ്പര ഹിറ്റായി. അതോടുകൂടി ഷാനു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിനിടയിൽ ഷാനു 2 സഹോദരിമാരെയും വിവാഹം കഴിപ്പിച്ചു. ഷാനുവിൻ്റെ ഭാര്യ സുഹാന വീട്ടമ്മയാണ്. ഒരു മകളും മകനുമാണ് ഷാനവാസിനുള്ളത്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ വഴികളിലൂടെയാണ് ഷാനവാസ് ഈ കാണുന്ന നിലയിലെത്തിയത്.